അസ്സലാമലൈക്കും. ഇന്ന് നമ്മളൊരു പടുകൂട്ടാനാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടാ. ഇപ്പം നിങ്ങളൊക്കെ എന്താ ഇതിന് പറയാമെന്നറിയില്ല. ഇത് പപ്പായയാണ്, കറുമത്തിക്കായി അറിയും ഞങ്ങൾ, പപ്പായ അറിയും. ഇത് പൂള, ഇത് ചേമ്പുന്തണ്ടൊക്കെ തോലൊക്കെ ചീന്തി കളഞ്ഞ് ഒഴിവാക്കി വൃത്തിയാക്കി കഴുകി വെച്ചതാട്ടാ. ഇനി അത് വെക്കണത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എൻ്റെ കൂട്ടാനുള്ള സാധനങ്ങളാണിത്. ഇത് ചേമ്പുന്തണ്ട് തോലൊക്കെ ചീന്തി അരിഞ്ഞ് വെച്ചത്, പൂള നുറുക്കി വെച്ചത്, അതിന് 2 പച്ചമുളക് ഇട്ട്, ഇത് കറുമച്ചിക്കായി നുറുക്കി വെച്ചത്. ഇതിൽ ആദ്യം ഇടാൻ പോകുന്നത് ചേമ്പിൻ്റെ തണ്ടാണ് കേട്ടോ. കറുമച്ചിക്കായി നുറുക്കി വെച്ചത്, അത് ഈ പൂള പച്ചമുളക് നുറുക്കി വെച്ചതാണ് കേട്ടോ. അതും കൂടി ഇതിലിടട്ടെ. ഇനിയിപ്പോൾ കുക്കർ ഇങ്ങനെ നിറഞ്ഞിക്കണമെന്ന് വിചാരിച്ചിട്ട് പേടിക്കൊന്നും വേണ്ട. ആ ചേമ്പിൻ്റെ തണ്ട് ചൂട് കയറി അപ്പോൾ താന്നു പോകും, അപ്പോൾ ഒക്കെ പാകമാവും ഇത്. ഇനി അതിലേക്കുള്ള വെള്ളം കൂടി ഒഴിച്ച് കുക്കർ ഗ്യാസ് അടുപ്പിൽ വെച്ച് നല്ലോണം കത്തിക്കുക. 2-3 വിസിൽ വരുന്നത് വരെ നല്ലോണം വേണം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കുക്കർ ചേമ്പും തണ്ടൊക്കെ തിളച്ചപ്പോൾ കുറച്ച് കുറഞ്ഞ് വന്നിട്ടുണ്ട്, കുക്കർക്ക് പാകമായിട്ടുണ്ട്. ഈ കുക്കർ അടച്ച് മൂടി 2 വിസിൽ വരുന്നത് വരെ നല്ല വേവട്ടെ. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങ, കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് ചെറിയ ജീരകം, അത് 3 കൂടി അരച്ചിട്ട് ആ കൂട്ട് വെന്തതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്കുള്ള തേങ്ങ ഒഴിച്ച് കൊടുക്കട്ടെ. അങ്ങനെ നമ്മളെ കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് താളിച്ചൊഴിക്കണം കേട്ടോ. തേങ്ങ ഒക്കെ പാർന്ന് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ 2 ചുവന്ന മുളക്, കുറച്ച് കറിവേപ്പില ഇങ്ങനെ ഇട്ട് നല്ല മൂപ്പിച്ചെടുത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് നമ്മളെ താളിച്ച് കൂട്ടാനിലൊക്കെ ഒഴിച്ച്. അപ്പോൾ ഇന്നത്തെ നമ്മളെ ഉച്ചയൂണിനുള്ള കൂട്ടാനാണ് ഇതൊക്കെ കേട്ടോ. മീൻ കുറുകിയ കറിയോട് കൂടി ഉണ്ടാക്കിയ വറ്റ മീൻ, മാങ്ങ അച്ചാർ, നമ്മളെ പടുകൂട്ടാൻ. ആ ഒരു കൂട്ടാൻ തന്നെ മതി നമുക്ക് വയറ് നിറച്ച് ചോറുണ്ണാൻ. അത്രയും ടേസ്റ്റ് ഉണ്ടാവും ആ കൂട്ടാൻ. എല്ലാവരും ഉണ്ടാക്കി വെക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാ വിവരങ്ങളും അറിയിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.